ഇങ്ങോട്ട് താൻ നല്ല പാർട്ടിയാ. ഓഫീസ് വിട്ടിട്ട് എവിടെ ആയിരുന്നു? തനിക്ക് വേണ്ടി അത്താഴം ഉണ്ടാക്കി ഇത്രയും നേരം കാത്തിരുന്നു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. അതെന്ത് മര്യാദയാടൂ? അമ്മയും മോളും കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. ജോലി കിട്ടിയ ദിവസമല്ലേ, സ്റ്റാഫ് എല്ലാം കൂടി നിർബന്ധിച്ചപ്പോ അവർക്കൊരു പാർട്ടി. അപ്പൊ പാർട്ടിയും കഴിഞ്ഞ് വരികയാണല്ലേ? എന്നാ ചെല്ല്, കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് പോ. അവൻ പോയി കിടക്കട്ടെ, രാവിലെ ആഫീസിൽ പോകണ്ടേ? പായസം തണുത്ത് കാണും, വൈകുന്നേരം വെച്ചതാ. ഹോട്ടൽ ഭക്ഷണത്തിന്റെ മേൽ കുറച്ച് പായസം കൂടി കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിക്ക്. ജോലിയൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഗ്ലാസ് ഇവിടെ ഇരിക്കട്ടെ, അച്ഛന് ആവശ്യം വരും. എന്താടി നമ്മളെ കുറിച്ചൊരു പരദൂഷണം? എത്രണ്ണം വിട്ട്? അയ്യോ, ഞാൻ ചുമ്മാ തിരിയടോ. തന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. താൻ കൂടെ വന്നിട്ട് 2 സ്മോൾ വീക്കാവെന്ന് വിചാരിച്ചതായിരുന്നു. അതിന് തന്നെ കാണണ്ടേ? പിന്നെ ഞാൻ ഒതുക്കത്തി വന്ന് 2 കീച്ചി. പിന്നെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്കിളിനോട് എനിക്ക് ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. അതല്ല അങ്കിളെ. എടോ, ആദ്യ ദിവസം അല്ലേടോ, ഒന്ന് പരിചയപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. മണി 11. ഓ, താൻ കിടന്നു, രാവിലെ പോകണ്ടതല്ലേ? കിടന്നു. അവിടെ തന്നെ. അങ്കിളെ, ഇതാണ് എന്റെ ഓഫീസ്. ഇത് വലിയ ഓഫീസാണല്ലോ. ശരി എന്നാ. ഓക്കെ. എങ്ങോട്ടാണോ പോണേ? താനോ? താൻ എന്താ ഓഫീസിൽ പോകാതെ ഇവിടെ പാർട്ടി ഓഫീസിന്റെ മുമ്പില്? ഓഫീസിൽ എന്തിനാ പോണേ? താൻ ജോയിൻ ചെയ്തില്ലേ? എവിടെ ജോയിൻ ചെയ്യാനാ? ആകെ നാണം കെട്ടു പോയില്ലേ? ജോലിയില്ല, മാനവും പോയി. ഒരുമാതിരി മനുഷ്യനെ പടിയാക്കുന്ന ഏർപ്പാട് കാണിച്ചോണ്ടല്ലോ. മന്ത്രിയുടെ ഓർഡർ അവിടെ കിട്ടിയിട്ട് അവിടുന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ അതാ വാങ്ങില്ലേ? അവിടെ എങ്ങും ഒരു മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടില്ല. എന്നെ പിടിച്ച് പുറത്താക്കിയവര്. പുറത്താക്കിയോ? ആ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാ പിന്നെ തനിക്ക് അപ്പൊ തന്നെ വന്ന് എന്നോട് പറഞ്ഞൂടായിരുന്നോ? അതെങ്ങനാ? നിങ്ങൾ ബോംബെക്ക് പോയിരിക്കില്ലായിരുന്നോ? ബോംബെയിലോ? ഓ, ഡൽഹിക്ക് പോയിട്ട് അവിടെ നിന്നാ ഞാൻ ബോംബെ പോയത്. എവിടെ പോയാലും അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറൊരുത്തിനപ്പൊ അവിടെ കയറിയിരിക്കുന്നത്. വേറൊരുത്തനോ? എന്നാ അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം. താൻ അങ്ങനെ പോയാലോ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിൽക്കണോടെ. താൻ അന്വേഷിക്കാൻ പിടിക്കൊന്നും വേണ്ട. ഒന്നുകിൽ ജോലി, അല്ലെങ്കിൽ മര്യാദക്കിനെ കാശീരിച്ചെന്നോ. തന്റെ ഈ പറ്റിയ പ്രസ്ഥാനം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കും. താനും നീങ്ങി വന്നേ. താൻ ബഹളം ഉണ്ടാക്കണ്ട. ഇത് പോയെങ്കിൽ പോട്ടെ. ഇതിനേക്കാളും ഫസ്റ്റ് ക്ലാസ് ഒരു ജോലി ഈ KP ചേട്ടൻ 1 മാസത്തിനകം നിനക്ക് വാങ്ങിച്ചു. നിങ്ങൾ ഇതൊക്കെ പറയും, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഓ, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഇടപെട്ട ഒരു കേസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ നിന്നെക്കാളും പ്രയാസം എനിക്കുണ്ട്. ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരൊറ്റ മാസം, അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അത് നീ എനിക്ക് തരണം. അതുവരെ ഞാൻ എങ്ങനെ ജീവിക്കും? അതുവരെ തനിക്ക് ജീവിക്കണം, അത്രല്ലേ ഉള്ളൂ. പേജ് നമ്പർ 34. എന്റെ അമ്മേ.
കണ്ടു കാണുവോ? വളരെ ടീഡിയസ് ജോലിയാണല്ലേ? പിന്നെ ചില ദിവസങ്ങളിൽ ചായ കുടിക്കാൻ പോലും സമയം കിട്ടാറില്ല. പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? മാനേജർക്ക് എന്നോട് പ്രത്യേക താല്പര്യ. അങ്ങനെ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കൂ. ആഹാ, റെഡ് വീണല്ലോ. അപ്പോ പ്രമോഷൻ കിട്ടിയിട്ടാവും ഞങ്ങൾക്കുള്ള ചെലവ്. വിരല് തേഞ്ഞു തുടങ്ങി. കുറെ കാലം ആയേ ഇതിലൊന്ന് തൊട്ടിട്ട്. സർവീസും ഒരാവശ്യമാണേ, എക്സ്പീരിയൻസേ. അതൊരു പ്രശ്നമല്ല. എല്ലാവർക്കും ഒരു സഹായം എപ്പോഴും ഉണ്ട്. ഈ ഫയല് നോക്കുന്നൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയല്ല കേട്ടോ. ശരിയാ, പക്ഷെ അത് ഫയല് നോക്കുന്നവർക്കല്ലേ. റെസ്റ്റോറന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ നല്ലത്? കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട്. അല്ല, ബാറിലേക്കൊന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ. ബാറിലോ? എടോ, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ മേയ്ക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അതെ, എനിക്കറിയാം. നാട്ടിൽ കഴിഞ്ഞ 5-5.5 വർഷക്കാലമായിട്ട് ഞാൻ ബാറിലായിരുന്നു സാർ. 5.5 വരില്ല, കാരണം ആദ്യത്തെ 5-6 മാസം ഞാൻ ലോക്കൽ കളി ഷാപ്പിലായിരുന്നു. പിന്നീടാണ് ഞാൻ ബാറിൽ ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞ 1900 ഡിസംബർ 12 ഞാൻ ബാറിൽ ജോയിൻ ചെയ്തു സാർ. പിന്നെ 2, 2, 4, 4, 5. അതെ സാർ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ബാറിലായിരുന്നു സാർ. ഞാൻ കൺസിഡർ ചെയ്യാം, ജീവമായിട്ടൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പോരാ സാർ. സാറിനെങ്കിലും ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിൽ. താൻ ഇപ്പൊ എനിക്കൊരു ചായ ഉണ്ടോ? വേറെ എന്തെങ്കിലും വേണം സാർ? സ്നാക്സ് ഒന്നും വേണ്ട, താൻ പോയാ മതി. വേണ്ടോ? ടീച്ചറാ, ആള് മിടുക്കനാ. എന്താണ് സാർ? അപ്പൊ നമുക്ക് എന്താ പറയണ്ടത്? ഒരു കാര്യം ചെയ്യാം, അമ്മേ തുടങ്ങാം. അവിടെ നിന്ന് ഒരു ഹരിദാസ്. എന്നെയാണാ? താൻ തന്നെ. അയ്യോ, ഞാൻ ഗോപിയാണ്. സാറിന് ആള് തെറ്റിയായിരിക്കും. എന്റെ മേജറെ, അവൻ ആരെങ്കിലും ആയിക്കോട്ടെ. ഗോപി, താൻ പോയി ഇറങ്ങി കൊണ്ടുവാ. ഫിറ്റാണേ. അരക്കുപ്പിറം. തന്നെ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ജീവിതത്തിൽ ഇത്രയും സാമ്യം ഞാൻ കണ്ടിട്ടില്ല. സ്മോൾ അടിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അതുകൊണ്ടാണെന്ന് വിചാരിക്കാം. ഇതങ്ങനെയല്ല, അങ്ങോട്ടേന്ന് കയറിയതേ ഉള്ളൂ. സെയിം ഇതേപോലത്തെ അനുഭവം ഇന്നലെ എനിക്കും ഉണ്ടായി. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായക്കട കയറി. അവിടെ ചെന്നപ്പം ചായ കൂടുന്ന വെയിറ്റിനെ കണ്ടപ്പോ ഡിറ്റോ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു, ഒരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെന്നപ്പോ അവൻ അവിടെ വെക്കുന്നു. അവൻ എന്നെ കണ്ടപ്പോ സംശയം. ഒരാളെ പോലെ 9 പേരുണ്ടെന്നാ സയന്റിസ്റ്റ് പറയുന്നത്. 7 പേരെന്നല്ലേ? അല്ല, 9 പേര്. 9 ആയിരിക്കും അല്ലേ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് എട്ലാർക്കിനും സൂപ്രണ്ടിനും അവനെയൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഞാനവിടെ ചെന്നു. അവിടെ ചെന്നപ്പം അവനവിടെ ഇല്ല. അപ്പൊ ഒരുപക്ഷെ അവനെ ആയിരിക്കും ഞാനിന്ന് ബാറി വെച്ച് കണ്ടത്. നിങ്ങളിന്ന് ബാറിപ്പോയോ? ഇതാ നിങ്ങളിന്ന് ബാറിപ്പോയോന്ന്? ബാറിപ്പോയെന്നോ? എടീ, ഞാൻ ബാർബർ ഷാപ്പിൽ മുടിവെട്ടിക്കാൻ പോയ കാര്യമായി പറഞ്ഞേ. ബാറിപ്പോയെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ബാറിപ്പോയെന്ന് പറഞ്ഞോ? ബാറി പോയെന്ന് എന്നെ പറഞ്ഞേ. ബാർബർ ഷാപ്പിൽ പോയെന്നല്ലേ പറഞ്ഞേ? അല്ല, നിങ്ങൾ ബാർബർ ഷാപ്പിൽ മുടിവെട്ടിക്കാൻ പോയെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. എന്നെ പറ്റിക്കാൻ ഒന്നും നോക്കണ്ട. എന്താ? നിങ്ങൾ ഷുഗർ, കൊളസ്ട്രോള്, BP എല്ലാം ഉള്ള നിങ്ങള് ഈ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നതിനും പുറമെ ബാറിലും പോയിരുന്ന് കുടിക്കാൻ തുടങ്ങി അല്ലേ? ഞാൻ വീട്ടിൽ ഇരുന്ന് കുടിച്ചോ? നീ എന്നേലും കണ്ടിട്ടുണ്ടോ ഞാൻ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നത്? അയ്യോ, കുടിക്കാത്ത ഒരു പുണ്യവാളച്ചൻ ദിവസവും കുപ്പി എടുത്തോണ്ട് വന്ന് ക്ലോസറ്റിനകത്ത് ഒളിച്ചു വെക്കുന്നത് ഞാൻ കാണുന്നില്ലെന്നായിരിക്കും വിചാരം. പിന്നെ ഒരു കാര്യം, ഹരിയുടെ വന്നതിന് ശേഷം ക്ലോസറ്റിനകത്ത് അങ്ങനെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? ബാറെന്ന് പറഞ്ഞാൽ എത്ര നേരം ഉണ്ടെന്ന് വിചാരം? എത്ര ഉണ്ട്?
കൂൾ ബാർ, ആ. ഐസ്ക്രീം ബാർ, ആ. പിന്നെ മിൽക്ക് ബാർ, ആ. ബാർ അസോസിയേഷൻ. ബാറ സോപ്പ്, മണ്ണാൻ കട്ട. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീയേ ഇവര് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ പറ്റരുത്. എന്നെ കിട്ടില്ല. കൊച്ചുപിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കും. പറഞ്ഞേക്കാം. ചേട്ടൻ എന്നെ വിളിച്ചോ? രാമേന്ദ്രൻ ഒരു 10-11 മണിക്ക് വരും. നീ അയാളുടെ കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. പരമേശ്വരൻ നായർ നിനക്കറിയാമല്ലോ, അയാളുടെ 2ാമത്തെ മോളാ. എന്തുകൊണ്ടും നമുക്ക് പറ്റിയ ഒരു ബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, ഓഫീസില് നീ ഇന്ന് ഓഫീസിൽ ചെല്ലത്തില്ലെന്ന് മേനോനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാ പോന്നേ? ഞാനിപ്പോ വരാം. ആ പരമേശ്വരൻ നായരെ എനിക്കിനിയും കാണേണ്ടതാ. നീ വന്ന് വലിയ ഉപകാരഷ്ട. ഈ ബില്ലും 2 ലാർജും കൂടി 104 അങ്ങോട്ട് എത്തിച്ചേക്ക്. എനിക്ക് വൈഫിനെയും കൊണ്ട് അർജന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണ്ട. പരമേശ്വരൻ നായരുടെ മോളെ ഞാൻ കെട്ടണമെന്ന് ചേട്ടന് കടപ്പാടുണ്ടെന്ന് വെച്ച് ഞാൻ എന്തിനാ? നീ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചേട്ടനോട് നേരിട്ട് പറയും. അല്ലേ ചേട്ടത്തെ സോപ്പിടാൻ നോക്ക്. അവർക്കാർക്കും എന്നെ മനസ്സിലാകത്തില്ലടാ. ഐസിഡ് തന്റെ സേവനമൊക്കെ മതി. ഇപ്പൊ ചെയ്തു തന്നെ വലിയ കാര്യമായി. ബാക്കി ശമ്പളം വല്ലതും കിട്ടാണ്ട് വാങ്ങിച്ചോണ്ട് വയ്ക്കും. ഹരി, എന്താ ഇന്ന് നേരത്തെ? ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹെഡ് ക്ലാർക്കിനും സൂപ്രണ്ടിനും ഒക്കെ സുഖം തന്നെയല്ലേ? ഹരി ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്തിനാ വെറുതെ നുണ പറയുന്നത്? റെസ്റ്റോറന്റിലും ബാറിലും ഒക്കെ കണ്ട ആള് ഹരി തന്നെയല്ലേ? അതെ, ആണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. എന്തു പറ്റി? അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോ ഒരു നല്ല ജോലിയായിരുന്നു മനസ്സിൽ. ഇപ്പൊ അതും ഇല്ലാണ്ടായി. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, വൈറ്റ് കോളർ ജോബ് ചെയ്യൂന്ന് വാശി പിടിക്കാതെ എന്തും ചെയ്യാനുള്ള ആ മനസ്സ്, റിയലി ഐ ലൈക്ക് ഇറ്റ്. വൈറ്റ് കോളർ ജോബ് ചെയ്യൂന്ന് വാശി പിടിക്കാതെ എന്തും ചെയ്യാനുള്ള ആ മനസ്സ്, റിയലി ഐ ലൈക്ക് ഇറ്റ്. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഇല്ല, ബോംബെ പോയിരിക്കുകയാണല്ലോ. മോളാണോ? അല്ല, ഭാര്യ. സോറി. പുള്ളിക്കാരൻ വന്നാൽ കെ പുരുഷോത്തമൻ പിള്ളെ അന്വേഷിച്ച് കോരയിൽ നിന്ന് MD വെങ്കിടി വന്നിരുന്നു എന്ന് പറയാം. ചിങ്കിടി അല്ലേ? ചിങ്കിടി അല്ല, വെങ്കിടി. വെങ്കിടി ഒന്ന് പറയൂ. ചിങ്കിടി. വെങ്കിടി. ആ, പറയാം. വെരി ഗുഡ്. പെട്ടി? അതെ, പെട്ടി. താങ്ക്സ്. അന്ന് പറയേണ്ടത് ഇന്ന് പറയുന്നു. എന്താണ് ഇവിടെ? KP ഒന്ന് കാണണം. പുള്ളിക്കാരനെ അറിയോ? അറിയും. KP ബോംബെക്ക് പോയിരിക്കുക. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ. എവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ജോലിയൊന്നുമില്ല. കംപ്ലീറ്റ് ഫ്രീ. എന്നാ വാ, അല്പം നടക്കാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതം ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നു അല്ലേ? എവിടെയാ താമസം? ഞാൻ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ കൂടെയാ, മേജർ MK നായർ. റിട്ടയർഡ് മേജർ MK നായർ. പട്ടത്ത് താമസം. ഭാര്യ സ്കൂൾ ടീച്ചർ. ഒരേ ഒരു മോൾ MA ലിറ്ററേച്ചറിന് പഠിക്കുന്നു. ശരിയല്ലേ? സാറിനെങ്ങനെ അറിയാം? ഈ സിറ്റിയിലുള്ള ഓരോ പണക്കാരനെയും അവന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി എനിക്കറിയാം. തനിക്ക് വേണ്ടതൊരു ജോലി.
എനിക്ക് വേണ്ടത് തുച്ഛമായ ഒരു തുക, 2 ലക്ഷം രൂപ. എനിക്കല്ല, കോരയിൽ ഒരു ചെറിയ ഡെപ്പോസിറ്റ്. താൻ തരണ്ട, പക്ഷേ മേജർക്കിടാമല്ലോ മിസ്റ്റർ MK നായർ പട്ടം. അല്ല, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യും തോന്നില്ല. ഒരു ശ്രമം നടത്തി നോക്കാം. എനിക്ക് ഭാഗ്യമുണ്ടേ നടന്നാലോ? വാ. ഇരിക്കെ. അങ്കിൾ, ഇത് ഞാൻ വെങ്കിടി, വി വെങ്കിടി, കോര ഫൈനാൻസസ് നിന്ന് വരിക. കോര ആ. ബ്ലേഡാ അല്ലേ? നാട്ടുകാർ അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഞങ്ങൾ ഒരു അന്തസ് കീപ്പ് ചെയ്യുന്ന കൂട്ടരാ. അതായത് ഡെപ്പോസിറ്റ് ഏറ്റവും സേഫ്റ്റിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഹരിക്കറിയാം. ഇപ്പോഴെന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? ഞങ്ങളിപ്പോ ഒരു നിക്ഷേപ സമാഹരണ വാരാഘോഷം നടത്തുന്ന ആഴ്ചയായത്. നിക്ഷേപകരെ കൂടുതലായി ഞങ്ങളോട് അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പലിശ 15% നിന്നും 15.5% ആക്കി ഉയർത്തിയിട്ടുണ്ട്. എ വെരി അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് അല്ലേ സാർ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയ ഡെപ്പോസിറ്റ്, സാറിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ചെറുത്, 2 ലക്ഷം രൂപ. അതിനിപ്പോ എന്റെ എവിടുന്നാ കാശ്? സാറിന്റെ ഒരു തമാശ. അതേടോ, ഉണ്ടായിരുന്ന കാശൊക്കെ പല സ്ഥലത്തായിട്ട് കിടക്കുക. പിന്നെ എവിടെ നിന്ന് എടുത്താ? 1 ലക്ഷം. തനിക്ക് സാറിന് വേണ്ടി എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത റിഡക്ഷൻ ആണത് അല്ലേ സാറിന് തോന്നുന്നുണ്ടോ? ആയിരിക്കാം. അത് ഞാനെന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ല എന്റെ അവസ്ഥ, നടക്കാത്ത കാര്യമാ. Then no other way. മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് സാറിന് ചെയ്തു തരാവുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് 25,000 രൂപ കുറച്ചിരിക്കുന്നു. ഓൺലി 75,000 rupees. സോറി, എന്റെ ഇല്ല. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? താങ്ക്സ്. ഒന്നും വേണ്ട. ഞാൻ ഇറങ്ങട്ടെ. നിർഭാഗ്യവാൻ. ഹരിദാസിനെ ഒന്ന് കാണണം. ഹരിദാസോ? അങ്ങനെ ആൾ ഇവിടെ ഇല്ലല്ലോ. അകത്തുണ്ടെന്നേ, മേജനങ്ങൾ വന്ന് നിൽക്കുന്നു പറഞ്ഞാൽ മതി. അങ്ങനെ ആൾ ഇവിടെ ഇല്ല സാർ. ഈ അടുത്ത കാലത്ത് ജോയിൻ ചെയ്ത ആളെ, വെളുത്ത് മെലിഞ്ഞിട്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സാർ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അന്നേ ഞാൻ പറഞ്ഞതാ ഇവനെ ഒന്ന് ഇവിടെ കയറ്റി താമസിപ്പിക്കരുതെന്ന്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതല്ലടി, ഇതിലെവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അവൻ അത്ര അങ്ങ് കള്ളനാകാൻ വഴിയില്ല. ഒന്നുമില്ലെങ്കിൽ രാഘവന്റെ മോനല്ലേ. ഓ പിന്നെ അതങ്ങനെ ഉറപ്പിച്ചു പറയും. വല്ല ആൾമാരോട്ടോ നടത്തി മോട്ടിക്കാൻ വന്നവനാണെന്ന് ആർക്കറിയാം? ഏയ്, അവൻ അങ്ങനൊന്നുമല്ല. ആണെങ്കിൽ എന്നെ ഹരി ഉണ്ടോ അവിടെ? ഇല്ല, ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. ഓഫീസിലോ? അവന് വേറെ പണി കിട്ടിയോ? നിങ്ങളാരാ? ഞാൻ ഡേവിസ് ആണ്. ഹരിയും ഞാനും ഈ ബാറിൽ ഒത്തു ജോലി ചെയ്തവരാണേ. അതെ, ഇപ്പൊ ഇവിടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടേ. ഞാൻ മാനേജറെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുക. അല്ല, അവരിപ്പോ ഓഫീസിൽ ജോലിയുടെ സ്ഥിതിക്ക് ഇത് വേണ്ടല്ലോ. ഹരി വരുമ്പോ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ആ, ബാറി വെച്ച് ഞാൻ കണ്ടത് അവനെ തന്നെയായിരുന്നു. അമ്പടവില്ല. ഡേ, ഇന്ന് അവൻ വന്ന ഉടനെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്കണം. ഒരു രാഘവൻ നായരുടെ മോൻ. അവൻ ഇങ്ങോട്ട് വരട്ടടി. അവിടെ നിന്നേ. ഇന്ന് ഞാൻ തന്റെ ഓഫീസിൽ വന്നിരുന്നു. താനോട് ഇല്ലായിരുന്നല്ലേ? ഓ, അപ്പൊ അങ്കിളാണെന്ന് ഓഫീസിൽ വന്നിരുന്നല്ലേ? കാറില്?
എന്റെ പേരുള്ള ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് അങ്കിളിനോട് അവർ പറഞ്ഞു കാണുമല്ലേ? എനിക്കറിയാം ഇതൊരു പ്രശ്നമായിരിക്കും ആന്റി. മിനിയാന്ന് അതെ മിനിയാന്ന് എന്നെ കാണാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന എന്റെ ക്ലോസ് ഫ്രണ്ട് രാജുവിനോട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചവരവര്. അസൂയ, വെറും അസൂയ. പ്രമോഷനൊക്കെ അടുത്ത് വരികയല്ലേ. മാനേജർക്കാണെങ്കിൽ എന്നോട് വലിയ താല്പര്യ. അവർക്ക് അതൊട്ട് സൂഹിക്കുന്നുമില്ല താനും. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ജനങ്ങളുടെ ഒരു കാര്യേ. എന്തൊരു ചൂടല്ലേ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം.